നമ്മുടെ മക്കളുടെ സ്കൂളെല്ലാം തുറന്നല്ലോ. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഉറക്കം ഉണ്ടാവില്ല. അമ്മമാർ അത് കാരണം ഫിസിക്കലി അൺഫിറ്റ് ആവും, മെൻ്റലി അൺഫിറ്റ് ആവും. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരുത്തി വെക്കും. എന്നിട്ട് അവസാനം ഈ പ്രഷറെല്ലാം കൊണ്ടുപോയിട്ട് മക്കളോടും ഭർത്താവിനോടും തീർക്കുന്ന സാഹചര്യമൊക്കെ പല വീടുകളിലും കണ്ടുവരാറുണ്ട്. ഇവിടെ നിർബന്ധമായിട്ടും വില്ലൻ എന്ന് പറയുന്ന ഉറക്കമാണ്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ, മക്കൾക്ക് അസുഖം വരാണ്ടിരിക്കണമെങ്കിൽ മക്കൾ കൃത്യമായിട്ട് നല്ല സമയം കിടന്നുറങ്ങിയിരിക്കണം. അതുപോലെ അമ്മനെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്ത് മക്കളും സ്കൂളിലേക്ക് പറഞ്ഞയച്ച് മക്കൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും കിടന്നുറങ്ങണം. ഉറക്കം ഒരു കാരണവശാലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ 100% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരാൾ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മക്കൾ സ്കൂൾ തുറന്ന സ്ഥിതിക്ക് നേരത്തെ വീട്ടിൽ വന്ന് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഡിന്നറെല്ലാം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം നിർബന്ധമായും നമ്മളെ വീട്ടിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ പഠനവും നമ്മുടെ മക്കളുടെ സ്വഭാവവും ഭാര്യൻ്റെ പ്രഷറും സ്ട്രെസ്സും ഭാര്യൻ്റെ മെൻ്റൽ ഫിസിക്കൽ പ്രോബ്ലംസും എല്ലാം മാറ്റി സന്തോഷകരമായ കുടുംബജീവിതം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് പല ആൾക്കാരും വളരെ കെയർലെസ് ആയിട്ടാണ് കാണുന്നത്. അല്ല, ഈ ഒരൊറ്റ മാറ്റം മതി നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്.